നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഒരു പെട്ടിയുടെ കാര്യം വന്ന് ഉമ്മ വെച്ചിട്ട് അപ്പൊ അത് പൊട്ടിയിട്ട് പെയിന്റ് അടിക്കുക എന്നതാണ് ഇന്നത്തെ കർത്തവ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഉച്ചകടയിലുള്ള രതീഷാന്റെ വർക്ക്ഷോപ്പിലാണ്. ഇവിടെ വന്നപ്പോൾ ഫ്രഷ് കോഡ് ഉൾപ്പെടെ ഒരുപാട് വണ്ടികൾ നിരനിരയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ പെയിന്റിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മുടെ വണ്ടി സ്കേർട്ടിംഗ് കൂടെ ചെയ്യാമെന്ന് നമ്മളും വിചാരിച്ചു. എല്ലാം കണ്ടുകൊണ്ട് അശ്വിനും പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ വീരനായ അപ്പുവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പുവിന്റെ പാട്ട് കാരണം അപ്പുറത്തെ വീട്ടിലുള്ള പശു വരെ കയറ് പൊട്ടിച്ചോടിയെന്നാണ് നമുക്ക് കിട്ടിയ കിംവദന്തി. നമ്മുടെ വണ്ടിയിൽ സ്കേർട്ടിംഗ് ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രസിദ്ധനായ ചിക്കു രാജാവാണ്. കുറെ നാൾ കൊണ്ട് കാണാനില്ലാതിരുന്ന ചിക്കുവിനെ ഇവിടെ വെച്ചാണ് കണ്ടുകിട്ടിയത്. എന്ന് വന്നാലും എന്നെ കൊണ്ട് വണ്ടി ലഭിക്കും. ഇന്നും കിട്ടി അതിനുള്ള ഭാഗ്യം. ഉൾപ്പെടാതിരുന്ന വണ്ടി തള്ളുന്നവനാണ് അപ്പൂസ്. അപ്പൂസാണ് ഇവിടുത്തെ പെയിന്റിങ്ങിന്റെ മെയിൻ മേസ്ത്രി. ചിരിച്ചുകൊണ്ട് എന്ന് വണ്ടി തള്ളുന്നവനാണ് ചിക്കു. അപ്പൂസിനാണെങ്കിൽ ക്യാമറ കണ്ട് അപ്പോഴും നാണം വരും. വലിയ ശരീരമാണെങ്കിൽ കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. എല്ലാം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ ഞാൻ. പിടിച്ച മലയും പോരും എന്ന് പറഞ്ഞാണ് എല്ലാവരും വണ്ടി തള്ളുന്നത്. വണ്ടി തള്ളി മറച്ചിടുമെന്നാണ് എന്റെ വീട്. അങ്ങനെ വണ്ടി തള്ളലിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ചിക്കു നമ്മുടെ വണ്ടിയിലെ സ്കേർട്ടിങ്ങിന്റെ പരിപാടിയിലേക്ക് കടന്നു. ചേട്ടാ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ഇവിടെ കാണുന്നു. ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിക്കുവിന്റെ മനസ്സിലിട്ട് അതിനെ അങ്ങ് വികസിപ്പിക്കും. പിന്നെ അങ്ങോട്ട് വരുന്നത് ചിക്കുവിന്റെ പ്രത്യേക കലാവാസനകളാണ്. എടുത്ത് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ചിക്കു ഈ വർക്ക് എല്ലാം ചെയ്യുന്നത്. ഏതാണ്ട് ഉച്ചയ്ക്ക് തുടങ്ങി വർക്കായി. ഇപ്പൊ രാത്രിയായി. എന്തൊക്കെ സംഭവിച്ചാലും പെർഫെക്ഷൻ വിട്ട് ചിക്കുവിന് ഒരു കളിയും. ഇതിനിടയ്ക്ക് ചിക്കുവിന്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. അതും കൊണ്ട് മർമാശുപത്രിയിൽ പോയി ഒഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരുന്ന് ബാക്കി പണി ചെയ്യുന്നത്. അതിന്റെ ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ വയ്യ.